നമ്മൾ ചട്ടിയിൽ നട്ട ബജിമുളകിൽ കുറച്ച് മുളകായിട്ടുണ്ട്. അതൊന്ന് പറിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ബജിമുളകും ക്യാപ്സിക്കും ഒക്കെ ചട്ടിയിൽ നടുന്നതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തതാണ്. ഇപ്പോഴത്തെ നമ്മളെ മുളകിന്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ? ഇതാ ബജിമുളകും ക്യാപ്സിക്കത്തിന്റെ ഒക്കെ ചെടികളൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് വേണ്ട രീതിയിലുള്ള നോട്ടം ഒന്നും കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ ചെടികൾക്ക്. നമ്മൾ നട്ട ഉടനെ തന്നെയാണ് കാപ്പിപറി നമ്മുടെ വീടിന്റെ പണിയൊക്കെ വന്നത്. അപ്പൊ അതിന്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ട് ക്യാപ്സിക്കത്തിനും ബജിമുളകിനൊക്കെ തുടക്കത്തിലെ ഇലച്ചുരുളിച്ച് വില മുരടിപ്പും വരും. അപ്പൊ അതിന് നമ്മൾ വേഗം എന്ത് ചെയ്യണം, പുകയില കഷായോ അല്ലെങ്കിൽ വേപ്പിൻ കഷായോ ഒക്കെ അടിച്ചു കൊടുക്കണം. നമുക്ക് വേണ്ട രീതിയിൽ അത് നോക്കാൻ പറ്റാത്തതുകൊണ്ട് കണ്ടില്ലേ, ക്യാപ്സിക്കത്തിന്റെ 2 ക്യാപ്സിക്കം കായ്ച്ചിട്ടുണ്ട്. ചെടിയുടെ കോലം കണ്ടില്ലേ, ഫുള്ള് മുരടിച്ചു പോയിട്ടുണ്ട്. ഇതിൽ പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല, തുടക്കത്തിലേ മുരടിപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ ബജിമുളകിൽ എന്തായാലും കുറച്ച് കായ്കളുണ്ട്. ചെടിക്കൊരു കരുത്തോ കാര്യമൊന്നുമില്ല, എന്നാലും കണ്ടില്ലേ. പക്ഷെ നല്ല ഇനം ബജിമുളകാണ്. എന്നിട്ട് കണ്ടില്ല സൂപ്പർ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. പായതൊക്കെ നമുക്കിന്ന് പറിച്ചെടുക്കാം. ഇത്ര കരുത്ത് കുറഞ്ഞിട്ടും നമ്മളെ ചെടിയിൽ ഉണ്ടായ മുളക് കണ്ടില്ലേ, അത്യാവശ്യം വലിയ ബജിമുളകാണ്. അതിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി എല്ലാം പറിച്ചെടുക്കാം. നല്ല മൂപ്പായിട്ടുണ്ട്, മൂത്തിട്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ബജിയൊക്കെ ഉണ്ടാക്കാൻ ഇതന്നെ മതി കേട്ടോ, മൂപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഇതിലൊക്കെ 3 എണ്ണം ഉണ്ട്. നമ്മൾ തൈകളൊക്കെ നട്ടാലേ കറക്റ്റ് നോക്കിയിട്ടില്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. തിരക്കുള്ള ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളൊന്നും നോക്കി എത്തൂല. ഇതൊക്കെ ചട്ടിയിലായതുകൊണ്ട് നനച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് നമ്മളൊരു മണ്ണൊക്കെ നിറച്ച് നട്ടു കൊടുത്തു. പിന്നെ ഇടയ്ക്ക് ഒരു വട്ടമായിട്ട് സ്ലറി ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആഴ്ചയിലൊക്കെ ഒന്ന് സ്ലറി ഒഴിച്ചു കൊടുത്ത് ശരിക്കും ഇതിന് വരും ഇലചുരുളിച്ചൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വേപ്പിൻ കഷായം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളൊന്നും ഇതിൽ വരില്ല. ഇപ്പൊ പ്രാണികൾ തന്നെ വിട്ടുപോയിട്ടുണ്ട്. ഒന്ന് ചെടിയിലുള്ള നീരൊക്കെ പോയി എല്ലാം ഇങ്ങനെ കേടായി പോയിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്കൊന്ന് ഈ കള വരെ നിറഞ്ഞു വരുന്നുണ്ട്. കളയൊക്കെ പറിച്ച് ഒഴിവാക്കിയിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇത് നോക്കാം നമുക്ക്. ഇനി പുതിയ തൂമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടികളൊക്കെ റെഡിയാക്കണം. പക്ഷെ തൂമ്പ് വരാനുള്ള ചാൻസ് ഒന്നുമില്ല. കണ്ടില്ല, എല്ലാം മുരടിച്ചിട്ട് ഇതൊക്കെ പോയിട്ടുണ്ട്. അതിലൊക്കെ അങ്ങനെ തന്നെ. വിളവെടുപ്പൊക്കെ കഴിഞ്ഞ ചെടികളെ പോലെ ഉണ്ട് കേട്ടോ നമ്മൾ മുളകൊക്കെ കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ നമ്മുടെ ആദ്യ വിളവെടുപ്പാണ് നമുക്കിതാ ഇത്രയും ബജിമുളക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ആവശ്യത്തിന് ഇഷ്ടം പോലെ ഉണ്ട്. വേണ്ട രീതിയിൽ നോക്കാതെ തന്നെ കണ്ടില്ലേ, നല്ല അടിപൊളി വലുപ്പമുള്ള ബജിമുളകാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് ഈ തൈകൾ റെഡിയായി കിട്ടിയില്ലെങ്കിൽ വേഗം തന്നെ ചട്ടിയിൽ മണ്ണൊക്കെ മാറ്റി പുതിയ ബജിമുളകിന്റെ ക്യാപ്സിക്കത്തിന്റെ തൈകളൊക്കെ നട്ടുകൊടുക്കുക. തുടക്കത്തിലെ നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ബജിമുളകും ക്യാപ്സിക്കും ഒക്കെ നമുക്ക് ഉണ്ടായി കിട്ടും.